ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിജി. അപ്പോൾ ഇന്നൊരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റി സാരി ഡ്രൈപ്പിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ഇൻഫിനിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അറിയാമല്ലോ, ഇങ്ങനെ തുടർച്ചയായിട്ട് എന്നുള്ളതാണല്ലോ, ഒരു അവസാനം ഇല്ലാത്ത. അപ്പം ഈ സാരി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ നിന്ന് ഉടുത്തു തുടങ്ങി എവിടെ അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് സാരി കണ്ടാൽ മനസ്സിലാവില്ല. ഇതിൻ്റെ തുമ്പ് എവിടെ അറ്റം എവിടെ എന്നൊന്നും മനസ്സിലാവില്ല. ആ രീതിയിലുള്ള ഒരു സാരി ഡ്രൈപ്പിംഗ് ആണ്. അപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനത് ആദ്യമായിട്ട് ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കും ഫങ്ഷൻസിനൊക്കെ ഒരു ട്രൈ ചെയ്യാവുന്നൊരു പാറ്റേൺ ആണ്. ഈ സാരി ഡ്രൈപ്പിംഗ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാം. നമുക്ക് ഒരുപാട് ലാഗ് അടിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് സാരി ഉടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പം നമുക്ക് സാരി ഡ്രൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് സാധാരണ സാരി പ്ലീറ്റ്സ് എടുത്ത് വെക്കുന്ന പോലെ നിങ്ങൾ പല്ലു പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ലെങ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ലെങ്തിൽ വേണം അത് എടുക്കാൻ. അത് നിങ്ങളുടെ ഷോൾഡറിൽ വെച്ചതിന് ശേഷം താഴെ നിങ്ങളുടെ അണ്ടർസ്കേർട്ടിൻ്റെ ലെവലിൽ മുട്ടുന്ന വരെ ലെങ്ത് ഉണ്ടോ എന്ന് നോക്കണം. താഴെ ഏറ്റവും താഴെ നല്ല നീളത്തിൽ വേണം. ശരിക്കും ആ അണ്ടർസ്കേർട്ടിൻ്റെ തുമ്പിൻ്റെ അവിടം വരെ ലെങ്ത്ത് എടുക്കുക. അത്രയും ലെങ്ത്ത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങൾ സേഫ്റ്റി പിൻ ഒരു അടയാളം വയ്ക്കുക. അതിനുശേഷം നമ്മുടെ സാധാരണ സാരി ഉടുക്കുന്ന പോലെ സാരിയുടെ തുമ്പെടുക്കുക. അതിനറ്റത്തൊരു നോട്ട് ഇടുക. എന്നിട്ട് ആ നോട്ടിട്ട ഭാഗം നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ടക്കിൻ ചെയ്യുക. സാധാരണ എല്ലാ സാരികളും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫുൾ റൗണ്ടായിട്ട് ടക്കിൻ ചെയ്തെടുക്കുക. അങ്ങനെ ടക്കിൻ ചെയ്ത് കറക്റ്റായിട്ട് അവിടെ ഒരു റൗണ്ട് ടക്കിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നേരത്തെ കുത്തിവെച്ച പല്ലു സാധാരണ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ബാക്കിലേക്കാണ് ഇടുന്നത്. ഇത് ആ പ്ലീറ്റ്സിൻ്റെ അറ്റം ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വേണം നിങ്ങൾ ആ പല്ലു ഇടാൻ. അതിൻ്റെ തുമ്പ് നിങ്ങളത് ആദ്യം കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങളത് ലെഫ്റ്റ് കൈയുടെ ബാക്കിലേക്ക് പിടിക്കുക. എന്നിട്ട് ആ പ്ലീറ്റ് നിങ്ങളെ പല്ല് കുത്തിയത് ഫ്രണ്ടിലേക്ക് എടുത്തിടുക, ബാക്കിൽ നിന്ന് മുമ്പിലേക്ക്. സാധാരണ നമ്മൾ മുമ്പിൽ നിന്ന് പുറകിലേക്കാണ് ഇടുക. നേരെ ഉൾട്ട അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇടുന്നത്. അങ്ങനെ ഇട്ടതിന് ശേഷം നിങ്ങളുടെ അളവിൻ്റെ കറക്റ്റ് അവിടെ വെച്ചിട്ട് ബ്ലൗസിൻ്റെ അവിടെ വെച്ചിട്ട് സേഫ്റ്റി പിൻ കുത്തി വയ്ക്കുക എന്നാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മൾ സാധാരണ പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ പ്ലീറ്റ്സ് എടുത്തു തുടങ്ങാം. അത് എപ്പോഴും ഓരോന്നായിട്ട് പ്ലീറ്റ്സ് വളരെ സ്ലോലി. ഇത് ഷിഫോൺ സാരിയാണ്, ഒഴുകിക്കിടക്കുന്ന സാരി ആയതുകൊണ്ട് കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ നിങ്ങൾ പതുക്കെ സമയമെടുത്ത് പ്ലീറ്റ്സ് എടുത്താൽ മതി. എപ്പോഴും ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ സാരി ഇൻഫിനിറ്റി ഡ്രൈപ്പിങ്ങിന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നിങ്ങളെല്ലാ പ്ലീറ്റ്സും വളരെ സ്ലോലി എടുക്കുക. ഇത് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് എടുക്കണം, ഒരെണ്ണം പോലും വിടരുത്. ആ ഫുൾ മെറ്റീരിയൽ നിങ്ങളത് കറക്റ്റായിട്ട് പ്ലീറ്റ്സ് എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇത്രയും ഒരു പോർഷൻ, ഒരു കുറച്ച് ഭാഗം താഴ്ന്നു നിൽക്കുന്ന രീതിയിൽ വിട്ടേക്കുക. എന്നിട്ട് ബാക്കി നിങ്ങൾ ഒരു സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ട് ടക്കിൻ ചെയ്യണം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യമാണ്, മുമ്പിലത്തെ 2 പ്ലീറ്റ്സ് ഒഴികെ ബാക്കിലേക്കുള്ള എല്ലാ പ്ലീറ്റ്സും കുറച്ചൊന്ന് പൊക്കി വെക്കണം. അപ്പോൾ നിങ്ങളുടെ താഴെ ലെവലിൽ കിടക്കും, അല്ലെങ്കിൽ കയറി ഇറങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യത്തെ 1-2 പ്ലീറ്റ്സ് വിട്ടതിന് ശേഷം ബാക്കിലേക്കുള്ള പ്ലീറ്റ്സ് ഒന്ന് പൊക്കി വയ്ക്കുക, ഒന്ന് വലിക്കുക. അപ്പോൾ ഇത്തിരി ഒന്ന് പൊങ്ങി മുകളിലേക്ക് നിൽക്കും. അങ്ങനെ കുറച്ച് വലിച്ചതിന് ശേഷം നിങ്ങളത് സേഫ്റ്റി പിൻ കുത്തണമെങ്കിൽ സേഫ്റ്റി പിൻ കുത്താം. ഞാൻ ഇങ്ങനെ ടക്കിൻ ചെയ്യുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് സേഫ്റ്റി പിൻ കുത്താവുന്നതാണ്. അങ്ങനെ ആ ലെവലിൽ വെച്ചിട്ട് നിങ്ങൾ സേഫ്റ്റി പിൻ കുത്തുക. എന്നിട്ട് ടക്കിൻ ചെയ്യുക. ഇനി ഈ ലൂസായി കിടക്കുന്ന ഭാഗം അങ്ങനെ തന്നെ നിൽക്കണം. അതിനുശേഷം നമ്മുടെ തുമ്പത്തെ പ്ലീറ്റ് കുത്തി വെച്ചതിൻ്റെ സേഫ്റ്റി പിൻ നമുക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ തുമ്പ് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുക. ആ റൗണ്ട് ചെയ്തെടുക്കുന്നത്
ഈ ബാക്കിലേക്കുള്ള പോർഷൻ്റെ അവിടെ കൊണ്ടുവരണം, അകത്തു കൂടെ, അത് ഉള്ളിൽ കൂടെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവരണം. കണ്ടില്ലേ, നമ്മൾ ആ തുമ്പ് ഇപ്പുറത്തേക്ക് എത്തിച്ചു. അവിടെ നിങ്ങൾക്ക് സേഫ്റ്റി പിൻ വെച്ചിട്ട് നിങ്ങളുടെ ബ്ലൗസിൻ്റെ സൈഡിൽ വെച്ചിട്ട് സേഫ്റ്റി പിന്നൊക്കെ കുത്താം സേഫായിട്ടിരിക്കാൻ. ഇനി ആ തുമ്പ് ഒരു 1-2 പ്ലീറ്റ്സ് എടുക്കുക. നമ്മൾ നേരത്തെ കുത്തിയ പ്ലീറ്റ്സിൻ്റെ ഒപ്പത്തിനൊപ്പം കുത്തണം. എന്നിട്ട് അതിന് വല്ല ബോർഡറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മറച്ച് വയ്ക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അങ്ങനെ അവിടെ ഒരു പ്ലീറ്റ് അവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൻ്റെ തുമ്പ് എവിടെയാണെന്ന്. കണ്ടില്ലേ? അപ്പം ഇങ്ങനെ ഒഴുകി കിടക്കുന്ന സാരിയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ മടക്കുകളെല്ലാം ഒരേപോലെ നിൽക്കും, അപ്പം ആർക്കും മനസ്സിലാവില്ല. പിന്നെ നമ്മുടെ മുകളിലത്തെ ഭാഗം ഒന്ന് ലെവൽ ചെയ്യുക, കാരണം ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. സാധാരണ നമ്മുടെ മുകളിലത്തെ തുമ്പ് അകത്താണ് വരിക, ഇത് പുറത്തേക്കാണ് വരിക. അപ്പം കണ്ടില്ലേ, വളരെ സിമ്പിളാണ്, ഇത് ഒട്ടും ഡിഫിക്കൽട്ടി അല്ല, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്കത് സേഫായിട്ട് ഉടുക്കാവുന്നതേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല ഉടുക്കാൻ. ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നൊരു പാറ്റേൺ ആണ്. അതിൻ്റെ തുമ്പ് എവിടെയാ അറ്റം എവിടെയാണെന്നൊന്നും മനസ്സിലാവില്ല, എവിടെ നിന്നാണ് തുടങ്ങി എവിടെ നിന്നാണ്. ഇത് സ്റ്റിച്ച് ചെയ്തൊരു സാരി നമ്മൾ ഇട്ട പോലെ ഇരിക്കും. ഇനി ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, ഇത് വളരെ ഒരു എലഗൻറ്റ് സ്റ്റൈലാണിത്. എന്തായാലും നല്ലൊരു സജഷനാണ്. എനിക്ക് 1-2 പേര് സജസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ട്രൈ ചെയ്തതാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. മെറ്റീരിയൽ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ സാരി ആയതുകൊണ്ട് തന്നെ അത് ഒഴുകിക്കിടക്കും, അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. സ്റ്റിഫായിട്ടുള്ള സാരി ആണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി നിൽക്കും, അപ്പം അതൊരു വൃത്തിയാവില്ല. ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യാണ്, ഇതിനൊരു വേസ്റ്റ് ചെയിൻ. അപ്പോൾ നിങ്ങൾ ചെയിൻ എന്ന് പറയുമ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഒരു തിന്നായിട്ടുള്ള വേസ്റ്റ് ചെയിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും, നല്ല രസമായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു വേസ്റ്റ് ചെയിൻ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു ബെൽറ്റ്, ഇപ്പോൾ നിങ്ങൾ ഷർട്ട് മോഡൽ ബ്ലൗസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഷർട്ട് കോളർ നെക്കും ഫുൾ സ്ലീവ് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ നല്ല രസമായിരിക്കും, നല്ല ട്രെൻഡി ആയിരിക്കും. അതിന് നിങ്ങൾക്കൊരു ബെൽറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും നന്നായിരിക്കും. ഒരു ഹൈ ബണ്ണൊക്കെ ചെയ്ത് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്താൽ ഒരു നല്ല ട്രെൻഡായിരിക്കും. എന്തായാലും ഇത് എല്ലാവർക്കും നോക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു വേസ്റ്റ് ചെയിൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ സാരി ഡ്രേപ്പിംഗ്, ഇൻഫിനിറ്റി സാരി ഡ്രേപ്പിംഗ്? എനിക്ക് കുറേ മെസ്സേജസ് ഇങ്ങനെ വരാറുണ്ട്, കുറേ ടൈപ്പ് ഓഫ് സാരീസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പഠിച്ച് ഓരോന്നോരോന്നായിട്ട് ചെയ്യുകയാണ്. അപ്പം ഇൻഫിനിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതിന് സാരി നിങ്ങൾക്ക് പട്ട് സാരി അല്ലെങ്കിൽ സ്റ്റിഫായിട്ടുള്ള സാരി, കോട്ടൺ സാരി ഒന്നും ഇതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് ഒരു ഷിഫോൺ സാരി പോലത്തെ സാരി നിങ്ങൾക്ക് വേണം. ഒരു ഫാൻസി നിങ്ങൾ ഡിസൈനർ സാരീസൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിങ്ങനെ ഒഴുകിയ പോലെ കിടന്നാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്റ്റിഫായിട്ടുള്ള സാരി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ കുറേ പ്ലീറ്റ്സ് വരുവാണല്ലോ, അപ്പോൾ അതിങ്ങനെ പൊന്തി നിൽക്കും, അതപ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതിനൊരു ഭംഗി വേണമെങ്കിൽ ഇത് ഒഴുകിക്കിടക്കുന്ന പോലത്തെ ഷിഫോൺ ടൈപ്പോ ക്രേപ്പ് ടൈപ്പോ സാരീസ് അല്ലെങ്കിൽ ജോർജറ്റ് തുണിയൊക്കെ ആയിരിക്കും ഇതിന് കുറച്ചുകൂടി ഭംഗി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഉടുത്ത് നോക്കിയിട്ട് എനിക്ക് ഇതുപോലത്തെ സാരിയാണ് ചേരുന്നത്, ഈ ഒരു പാറ്റേൺ, ഈ ഒരു ടൈപ്പ് ഓഫ് സാരി ഡ്രേപ്പിങ്ങിന് ചേരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇതുപോലത്തെ ഒരു ചെറിയ പൈപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് തുടങ്ങിയ പൈപ്പിംഗ് ഇതിൻ്റെ ഏത് ഭാഗത്ത് വന്നു എന്നൊന്നും മനസ്സിലാവില്ല. ഇതിൻ്റെ പല്ലു തൂങ്ങിക്കിടക്കില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ഉടുക്കാം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മറ്റതുപോലെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ സേഫ്റ്റി പിൻ കുത്തി ഒത്തിരി ഒന്നും ബുദ്ധിമുട്ടുണ്ട്. അതിനാകെ 2 സേഫ്റ്റി പിൻ കൊണ്ട് സാരി റെഡിയാവും. അപ്പോൾ ഇതാണ് ഇൻഫിനിറ്റി ഡ്രേപ്പിംഗ് ഞാൻ ട്രൈ ചെയ്തത്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ കൊടുക്കാവുന്നതാണ്, കല്യാണ തലേന്ന് ബ്രൈഡ്സിനൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ വേറൊരു സാരി ഡ്രേപ്പിങ്ങോ ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ യു നെക്സ്റ്റ് ടൈം. Bye bye.